ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും എല്ലാം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നാഴിക കല്ലുകളാണ്, വിലപ്പെട്ടതുമാണ്. ഇവിടെ ഓരോന്നും പിന്നിടുമ്പോഴും പിന്നിട്ടതിനേക്കാളും നന്നായി മുന്നോട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് കൂടുതൽ നന്നായി കൊണ്ടു നടക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളാണ്. നമ്മളതിന് പ്രതീക്ഷ എന്നോ പ്രത്യാശ എന്നോ ഒക്കെ എന്ത് വേണമെങ്കിലും ഭാഷയിൽ പറയാം. നന്നാവും, നല്ല കാലം വരും, സ്ഥിതി മെച്ചപ്പെടും, അസുഖം മാറും, എനിക്ക് ഇതിനെ തരണം ചെയ്യാൻ പറ്റും, എനിക്കും ഒരു നല്ല അവസ്ഥ വരും. അങ്ങനെ ഓരോന്നും പ്രതീക്ഷകളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പ്രതീക്ഷകളുമായി ജീവിതം മുന്നോട്ട് പോകുമ്പോഴും നാരായണൻ നമ്പൂതിരി കക്കാട്, NN കക്കാട് പറഞ്ഞ മാതിരി സഫലമീ യാത്ര എന്ന് ഓരോ പിന്നിട്ട നാഴികക്കല്ലിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയണം. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പൊ സഫലമീ ആഴ്ച, ഈ ആഴ്ച സഫലമായോ അതോ വിഫലമായോ? ജീവിതം ഒന്നുകിൽ സഫലമായി അല്ലെങ്കിൽ വിഫലമായി. അത് സഫലമാകുന്നതും വിഫലമാകുന്നതും മറ്റാരുടെയോ കയ്യിലിരിക്കുന്ന ഒരു നിശ്ചയം കൊണ്ടല്ല, അവനവന്റെ തീരുമാനങ്ങളും അവനവന്റെ ചെയ്തികളും മാത്രമായിട്ടാണ് എന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ അത് നമ്മൾ സഫലമാക്കുന്നതാണ് അല്ലെങ്കിൽ വിഫലമാക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിന്റെ ചുക്കാൻ നമ്മുടെ കയ്യിൽ തന്നെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ യാത്ര ഓരോ നാഴികക്കല്ലുകളും, സെക്കൻഡുകളാണെങ്കിലും മിനിറ്റുകളാണെങ്കിലും മണിക്കൂറാണെങ്കിലും ദിവസമാണെങ്കിലും ആഴ്ചയാണെങ്കിലും മാസമാണെങ്കിലും വർഷമാണെങ്കിലും ഓരോന്നും പിന്നിടുന്നതിനെ കുറിച്ചും നമ്മൾ ബോധമുള്ളവരായിരിക്കണം. കക്കാട് മാഷ് പറയുന്നത് ഇങ്ങനെ വരും വർഷം ആരെന്നും എന്തെന്നും ആർക്കറിയാം? നമുക്കറിയില്ല. പക്ഷെ ഇന്ന് എന്താണ് എന്ന് നമുക്കറിയാം. മരിച്ച ഇന്നലെയും പിറക്കാത്ത നാളെയും യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ പിറന്ന ഇന്ന് എന്ന എന്തോ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്, അത് സത്യമാണ്. ഇറ്റ്സ് എ ഫാക്ട്. നൗനസ് എന്ന് ഇംഗ്ലീഷ് പറയാറുണ്ട് അതിനെക്കുറിച്ച്. ഇപ്പോഴത്തെ ഇന്നിന്റെ അവസ്ഥ. അപ്പൊ ഇന്ന് എന്ന ഒന്ന് എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇന്നിനെ സഫലമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കണം, തീരുമാനിക്കണം, പ്രയത്നിക്കണം. ഈ ആഗ്രഹവും തീരുമാനവും പ്രയത്നവും ഇത് മൂന്നുമാണ് ഈ യാത്രയുടെ ഇന്ധനം എന്ന് പറയുന്നത്. നന്നാവണം എന്ന് ആഗ്രഹിക്കണം, നന്നാവും എന്ന് തീരുമാനിക്കണം, നന്നാവാൻ പരിശ്രമിക്കണം. അപ്പം ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് നന്നാവാതെ പോയത് എന്നുള്ള ഒരു പരിശോധനയും എങ്ങനെയാണ് നന്നാക്കേണ്ടത് എന്നുള്ള അറിവും ആ അറിവ് തരുന്ന ഒരു ഊർജവും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ തെറ്റ് സംഭവിച്ചെങ്കിൽ തിരുത്തിയും ശരിയായത് എന്തെന്ന് അറിഞ്ഞ് ആ ശരിയെ പുണർന്നും ആ ശരിയുടെ പാതയിൽ നിൽക്കാൻ ആഗ്രഹിച്ച് അതിന് ദൈവത്തിന്റെ സഹായം തേടിക്കൊണ്ടുള്ള, അനുഗ്രഹം തേടിക്കൊണ്ടുള്ള ഒരു യാത്രയും അങ്ങനെ മുന്നോട്ട് പോയാൽ ജീവിതം എപ്പോഴും സഫലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സഫലം ഈ ആഴ്ച, സഫലം ഈ ദിവസം, സഫലം ഈ മണിക്കൂർ, സഫലം ഈ ജീവിതം, സഫലം ഈ ജീവിതമാകുന്ന യാത്ര. അതിന് കക്കാട് മാഷ് പറഞ്ഞ ഒരു വരി കൂടെ ഇന്ന് ഓർമ്മിക്കുന്ന നന്നായിരിക്കും എനിക്ക് തോന്നി. പരസ്പരം ഊന്നുവടികളായി നിൽക്കാം. തൻ്റെ അർബുദ രോഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന സമയത്ത് തൻ്റെ ജീവിത പങ്കാളിയോട് പറയുന്ന കവിതയാണല്ലോ അത്, സഫലം ഈ യാത്ര. ഓടക്കുഴൽ അവാർഡ് പോലും വാങ്ങിയിട്ടുള്ള കവിതയാണത്, ഇവിടെ പ്രശസ്തമായ കവിത. അപ്പം അതിൻ്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട ആശയമാണ് പരസ്പരം ഊന്നുവടികളായി നിൽക്കാമെന്നുള്ളത്. ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ബന്ധങ്ങളും ദൈവമാകുന്ന ബന്ധവും ഒരു ഊന്നുവടിയായി തന്നെ നമുക്ക് നിർത്തിക്കൊണ്ടും മുന്നോട്ട് പോകാനായാൽ നമ്മുടെ പരിശ്രമങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകും. പരിശ്രമങ്ങളിൽ, പ്രയത്നങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ തിരിച്ചറിവും ഈ തീരുമാനവും ഈ പ്രയത്നവും അനിവാര്യമാണ്. അപ്രകാരമുള്ള അറിവിനും തീരുമാനത്തിനും പ്രയത്നത്തിനും ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ സഹായവും ഉണ്ടാവട്ടെ. ജീവിതം സഫലം ആക്കുകയാണ്, സഫലമായി തീരുന്നതല്ല, നമ്മൾ ആക്കുകയാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. അല്ലെങ്കിൽ ദിവസത്തെ അപ്രകാരം സഫലമാക്കാൻ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം തേടാം.